കണ്ടിട്ട് ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ. Hello guys, welcome back to our channel. What's up guys? This is your Arathi. Anjana. അമ്മ. സോ എന്തുണ്ട് വിശേഷം? നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എനിക്കൊന്ന് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ എന്ത് ചലഞ്ചാണ് ചെയ്യാൻ വേണ്ടി പോകണം നിങ്ങൾക്ക്. യെസ്, യു ആർ റൈറ്റ്. Today we are going to do what's in the box underwater challenge. Yes guys, ഇതിൽ ചിലപ്പോൾ ജീവനുള്ള ജീവിയും കാണും, ജീവൻ ഇല്ലാത്തതും കാണും, ചിലപ്പോൾ കടിക്കണം പറയുമ്പോൾ ആക്ച്വലി എനിക്ക് പറയാനുള്ളത് അമ്മയോടാണ്. കാരണം അമ്മ ഓൾറെഡി പേടിച്ചാണ് ഇരിക്കുന്നത്. സീരിയസ് ആയിട്ട് അമ്മ ഈ ചലഞ്ച് ചെയ്യൂല എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അമ്മ വിചാരിക്കണമെന്ന് വെച്ചാൽ അമ്മ എന്താ വിചാരിക്കണത്? പാമ്പ്, എലിയ, തവളയ, ഞണ്ട് എന്തൊക്കെയോ ഉണ്ടോ കാണാം. ഇത് മറ്റേ അത് ടി വി നമ്മൾ കണ്ടില്ലേ, അതുപോലത്തെ കാണാൻ തോന്നും. നമുക്ക് അത്രയ്ക്കും കിലടിയാണ് ഉദ്ദേശിക്കണത്. അതിൽ മറ്റേ പാമ്പും കുറെ ജീവികളൊക്കെ ഇടുമല്ലോ. അത് മാത്രമല്ല ഇവ ഇന്നലെ പറയുകയും ചെയ്ത് പാവാ സുരേഷിന് നമുക്ക് ഇപ്പോഴത്തേക്ക് പാമ്പിനെ എല്ലാം കിട്ടുമെന്ന് തോന്നുന്നു. ഇതാണെന്ന് ഞാനും വിചാരിക്കുന്നില്ല. അപ്പോൾ അവസാന നിമിഷത്തിലാണ് ഇതിൽ എന്നെ വിളിക്കുന്നത്. അമ്മയ്ക്ക് സത്യം പറഞ്ഞ അമ്മ ഈ ചലഞ്ച് ചെയ്യുമെന്ന് മറിഞ്ഞിട്ടേ ഇല്ല. അമ്മ ഉണ്ടെന്നേ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നാണ്, കാരണം ഇത് ഉണ്ടെന്ന് അറിഞ്ഞ അമ്മ എന്തെന്ന് വെച്ചാൽ അമ്മ ഈ വീട് ഫുൾ അമ്മ തപ്പി, ഞാനും ആളൊക്കെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ അടുക്കി വെച്ചേക്കും. പക്ഷെ അമ്മ ഒന്നിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി അമ്മയ്ക്ക് ഭയങ്കര ആക്രാന്തമാണ്. അതുകൊണ്ട് അമ്മ പോയി എല്ലായിടത്തും തപ്പും. അതുകൊണ്ട് മാത്രം അമ്മ ഈ ചലഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ബട്ട് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് അമ്മ ഇന്നാണ് നമ്മൾ ആക്ച്വലി പറയണത്. അമ്മ ഈ വീഡിയോയ്ക്ക് തൊട്ട് പോയിന്റ് നോട്ട് ഗൈസ്, തൊട്ട് മുന്നെയാണ് നമ്മൾ പറയുന്നത്. ഞാനും ഏട്ടനും പറയുന്നത് അമ്മ ഈ ചലഞ്ചിൽ ഉണ്ടെങ്കിലും അപ്പം തൊട്ട് അമ്മയ്ക്ക് പേടി തുടങ്ങിയതാണ്. അത് കിടിലായിരുന്നു സത്യമായിട്ട് ആ പേടി. ബട്ട് സത്യം പറയല്ലോ, നമുക്ക് 3 പേർക്ക് ആക്ച്വലി ഇതിൽ എന്താണെന്ന് അറിഞ്ഞൂടാ. കാരണം എൻ്റെ അടുത്തും മാളുടെ അടുത്തും അമ്മയുടെ അടുത്തും ആരുടെ ഏട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഏട്ടനാണ് സ്വയം ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമുണ്ട്, എനിക്കറിയില്ല. അല്ല എനിക്ക് അട്ടയെ കണ്ടാ പേടിയാണ്. എനിക്ക് എല്ലാം പേടിയാണ്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാ ജീവിയും പേടിയാണ്. അതൊന്നും പറയാൻ പറ്റില്ല അമ്മ. എന്തായാലും ഈ വീഡിയോ ആക്ച്വലി ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും. സീരിയസ് ആയിട്ടല്ലേ അവള്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ if you're watching a video for the first time, please subscribe our channel and also like this video, hit that big thumbs up. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മളിതാ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സിമ്പിളാണ്. ഇതിൽ ഏട്ടൻ എന്ത് ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. അത് നമ്മൾ 3 പേരും തപ്പി എന്താണ് സാധനം നമ്മൾ കണ്ടെത്തി പറയണം. ആ കണ്ടെത്തി പറയുന്ന ആളാണ് ആ റൗണ്ടിലെ വിന്നർ. ഓക്കെ, സോ ഇതിൽ ഏട്ടൻ എന്തോ ഇട്ടിട്ടുണ്ട്, അത് എന്തെന്ന് അറിഞ്ഞുകൂടാ. സോ സംഭവം ഗെയിം ഇത്രയാണ്. നമ്മൾ 3 പേരും നമ്മൾ കൈയിട്ട് നമ്മൾ തപ്പിയിട്ട് എന്ത് സാധനമാണ് നമ്മൾ ആരെങ്കിലും ഒരാൾ ഐഡന്റിഫൈ ചെയ്യണം. ആ ഐഡന്റിഫൈ ചെയ്യുന്ന ആളാണ് റൗണ്ടിലെ വിന്നർ. ഈ റൗണ്ടിലെ വിന്നർ. അങ്ങനെ ഓരോരുത്തരും, അതായത് ടോട്ടൽ ഏറ്റവും കൂടുതൽ ആരാണോ കണ്ടുപിടിച്ചേക്കുന്നത് അവരാണ് ഈ ചലഞ്ചിലെ വിന്നർ. യെസ്, അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം. റൗണ്ട് 1. ഓക്കെ, മാറ്റട്ടാ. നോ ചീറ്റിംഗ്. നേരെ തന്നെ രണ്ടുപേരും നോക്കിക്കണം. കാരണം അമ്മയും മകളും വിശ്വസിക്കാൻ പറ്റില്ല. നിന്നെ വിശ്വസിക്കാം. എന്തോ കേട്ടോ, എന്തിനാ കടിക്കോ ഉറപ്പാണല്ലോ.
കടിക്കൂലല്ലോ ഉറപ്പാണല്ലോ വാച്ച് കടിക്കൂലല്ലോ രണ്ട് എനിക്കെന്താ പേടിയാണ് കടിക്കൂലല്ലോ ചെടിയായിരുന്നോ അടുത്ത പ്രാവശ്യം നോക്കണ്ട മുള്ളെന്നും പറഞ്ഞ് പോയി അടുത്ത പ്രാവശ്യം കൈയിടല്ലേ. അയ്യോ ആദ്യത്തെ റൗണ്ടിൽ ആരും ഒന്നും ചെയ്തില്ല. ഇവിടാണ് ഈ മുള്ളെന്ന് പറഞ്ഞല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് റൗണ്ട്. ഈ റൗണ്ടിൽ ആരും വിജയിച്ചിട്ടില്ല. അമ്മയ്ക്ക് 0, എനിക്ക് 0, മാളുവിന് 0. 0 മതി. നെക്സ്റ്റ് റൗണ്ടിൽ പോവാ. നെക്സ്റ്റ് റൗണ്ടിൽ തയ്യാറാണ്. അഭിനയ താര റാണിയായിട്ട് ചുമ്മാ അപ്പൊ നോക്കി നെക്സ്റ്റ് റൗണ്ടിൽ പോവാം. 3, 2, 1 go. കളിയാണോ എനിക്ക് കളി പിയാപ്പിക്കാതെ വന്നോ ചേച്ചിന് ഇല്ല അങ്ങോട്ട് പോയി കണ്ടോ ഞാൻ മിണ്ടൂല. അതെന്താന്ന് പറ. ആ ചന്ദ്ര കണ്ണു നോക്കാറില്ല. തൊട് കാക്ടസ് ആണോ? അല്ല എന്താ ജീവി? എന്തിനാ ബൊമ്മ പോലെ സാധനം? ബൊമ്മ ഇങ്ങനായിട്ടിരുന്നെന്ന് പറഞ്ഞു. അയ്യേ ചക്കൊക്കെ ഇത്ര ബിൽഡപ്പ്. ഈ റൗണ്ടും ആരും വിജയിച്ച ഇങ്ങനെ പോയാണെങ്കിൽ ഒരു റൗണ്ട് നമ്മൾ ജയിക്കില്ലെന്നാണ് കേട്ടോ തോന്നുന്നത്. സത്യമായിട്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? എനിക്കാണെങ്കിൽ നിനക്ക് എൻജോയ്, എനിക്ക് തലവേദന ഇല്ല. ഈ അമ്മയാണ് കേട്ടോ നമ്മൾ അർപ്പിക്കണം. നമ്മൾ തൊട്ട് അമ്മ പറയും ഉള്ളെന്ന്. എനിക്ക് തോന്നണത് അടുത്ത വട്ടം ഫുൾ കൈയിടണം. ഞാനില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി പോവാണേ. രണ്ടുപേരും നോക്കാൻ പാടില്ല. ഞാൻ നോക്കില്ല. കൈയിടമ്മ കടിക്കാതെ ഞാൻ കഴിച്ചോളാം. എന്ത് കിട്ടിയതാ? ഒരു കിട്ടി. ഇങ്ങോട്ട് വാ, ഇവിടെ വാ.
കിട്ടി കിട്ടി ഞാൻ പറയട്ടാ കിട്ടി കിട്ടി ഈ തൊട്ടോക്ക് എനിക്ക് കിട്ടിയേ ഞാൻ പറയട്ടെ ആദ്യം ആളു അമ്മ നിങ്ങളുടെ തപ്പ് തപ്പില്ല എന്തോന്ന് ഞാൻ പറയട്ടെ ആൻസർ നീ ഒരു കാര്യം പറ എനിക്ക് മീനെന്നാണ് തോന്നണം. ഓക്കെ എന്റെ ഒരു കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ടച്ചപ്പ് കണ്ടിട്ട് മീനാണ് പക്ഷെ ആ മീനില് മറ്റേ കൊഞ്ച് പ്രോൺ അത് എനിക്കറിയാം, ഒരു മീനാണെന്ന് മാത്രമേ അറിയാം. പ്രോൺ Understand and the corn and the back. You understand and the corn and the back. You understand. എന്റെ ഒരു വലിയ പ്രോൺ ആടേ വലിയ പ്രോൺ ഗൈസ് നോക്കിക്കേ വലിയ പ്രോൺ ഇങ്ങനെ നോക്കിയാ വലിയ പ്രോൺ ആളൊക്കെ കാണടി കാണാനില്ല നീ ഒന്നും ഇട്ടിട്ട് കള നീ ഒന്നും ഇട്ടില്ലല്ലോ ഇത് അമ്മയുടെ കൈ ഞാൻ ഒന്നും ചെയ്തില്ല എനിക്ക് എന്താ വീണ്ടും കുത്തി ചക്കയാണോ വേണ്ടി ഇട്ടേക്കണ ആദ്യത്തെ ജീവനുള്ള സാധനം അല്ലേടാ എന്ന് ഇങ്ങനെ പോയി പാസ് ചെയ്ത് മീനാണോ എന്താ ജീവനുള്ള സാധനം അമ്മ നീ ജീവനുള്ള സാധനം ഇട്ടേക്കുന്നത് ചെല്ലും തീയോ എന്ത് ജീവി ഞാൻ കണ്ടെത്തിട്ട് എനിക്ക് ജയിക്കണം ഗൈസ് കിട്ടുന്നില്ല എന്തോ കുഞ്ഞു ജീവിയാണ് കുഞ്ഞു ജീവി എനിക്ക് ഇതുവരെ ആ ജീവി കിട്ടിയില്ല. മീനല്ല ചെലന്തി 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 വെള്ളത്തിൽ പോകില്ലല്ലോ വെള്ളത്തിൽ പോണ എന്തോ ജീവി ശരി അറിഞ്ഞൂടാ എന്തോ ജീവിയാണ് പക്ഷെ എന്തൊന്നും കിട്ടുന്നില്ല എന്തോ ഞാൻ ചെലന്തി ചെലന്തി ഞാൻ കുഞ്ഞു കൈയിട്ട് തൊട്ടത് ഞാൻ എടുത്തിരുന്നെങ്കിലോ കയ്യിലേ വന്നിട്ടില്ല അത്. ഈ സൈഡിൽ ഞാൻ കൈയിട്ട് ഇങ്ങനെ വാലിന്റെ ഇതിന് മുള്ളു പോലെ സാധനം വന്ന് ശിവനെ ശിവനെ ഇങ്ങോട്ട് വരുമ്പോഴേ ഈ സൈഡില് സോ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് നോക്കാം ടെൻഷനാണ് ഭയങ്കര കൈയിട്ടാ മതിയാ ഓ കൈ ഇട് എടുക്കണ്ടേ വേണ്ട എനിക്ക് ഇത് എന്തൊരു കിട്ടിയില്ല എന്ന് വെച്ചാ കിട്ടിയ ആ സാധനം തൊട്ട് ഞാൻ ഇനി അത് ലൈറ്റ് ആണോ അത് ഞാൻ പറയാ മറ്റേ ഈ പൂ പോലത്തെ എന്തൊരു സാധനം പൂവാ ആ മറ്റേ പായൽ പോലെ അമ്മ ഇത് നീ ആയിരുന്നാ എനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടാ എനിക്ക് മനസ്സിലായി
മറ്റേ ഞാൻ പറയാം ആദ്യം. മറ്റേ ജെല്ലി ഫിഷിലെങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കാൻ മറ്റേ ജെല്ലി പോലെ നമ്മൾ പോത്തീസിൽ കേട്ട താങ്ങി നമുക്കാണ് സാധനം. ആദ്യം ഇറങ്ങി. ഓക്കേ എനിക്ക് മനസ്സിലായി. എനിക്ക് വായും തുമ്പൊക്കെ കിട്ടണം. എനിക്ക് എന്തിനോ കിട്ടി, എനിക്ക് എന്തിനൊന്നും മനസ്സിലാക്കൂടാ. അത് നീ പോടും. എനിക്ക് കിട്ടി guys, എനിക്ക് കിട്ടി. അമ്മ നോക്ക്. ഞാൻ നോക്കുന്നില്ല. ഇല്ല 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 കയ്യിൽ വന്നു. കളിച്ചില്ല. പകലെന്തോന്ന് തോന്നി. എനിക്ക് അറിഞ്ഞൂടല്ലോ കത്ത്. ഞാൻ പറയാം, ഒരു ടോയ് ആണ് എലി. എലിയാണോ പന്നിയാണോന്ന് പറഞ്ഞിട്ട് ഒരു അനിമലാണ് സംഭവം. പ്ലാസ്റ്റിക്കിന്റെ ആണ്. അതേപോലെ അതിന്റെ ബോഡി ഇരുന്നാണോ എലി കാരണം എനിക്ക് മനസ്സിലായി. ടോയ്സിന് മാത്രം ഇങ്ങനത്തെ ഒരു ബോഡി കാണുന്നത്. ഇങ്ങനത്തെ സാധനം എന്തായാലും ആണെങ്കിൽ You and the can and the cone and the pack. You and അമ്മയുടെ ചെയ്യണ്ട. അത് ഞാൻ അയ്യോ എന്തിനാ ടച്ച് ചെയ്ത്. അമ്മ കിട്ടി രണ്ട് അപ്പൊ വലിയ ഞണ്ട് കേട്ടോ. നോക്കി വലിയ ഞണ്ടല്ലേ. അതൊക്കെ നമ്മ ഫസ്റ്റ് പോയിന്റ് നേടിയിരിക്കുന്നത്. മമ്മി റോക്സ്. നീ എവിടെയും കിടന്നോ? കൊള്ളാം. വാ വേഗം വാ. ജോണി കൊതിയാ വാ പിടിച്ചിരിക്കുന്നു. ഫ്രണ്ടിൽ എന്തിനോ കിടക്കണേ. ഫ്രണ്ടില് ഞാൻ തൊട്ടോട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ ഒരു സാധനം കൈ കിട്ടി. മനസ്സിലായി. ഇനി അമ്മയുടെ അടുത്ത് കിട്ടി പിടിക്കാൻ പാടില്ല. സാധനം തായിരിക്കുന്നത് ശരിക്കും കൈയിട്ട് പിടിക്കാൻ പഠിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയണില്ല. എനിക്ക് തോറ്റാലും കുഴപ്പമില്ല. അല്ല കണ്ട് സാധനം ക്രോക്കഡൈലാണോ? ടോയ് ക്രോക്കഡൈൽ. എനിക്ക് രണ്ടിന്റെ ടോയായിട്ടാണ് തോന്നുന്നത്. ഞാൻ ക്രോക്കഡൈൽ, ടോയ് ക്രോക്കഡൈൽ. ഞാൻ ടോയുടെ രണ്ട് ക്രാബ്. ഓ മൈ ഗോഡ്, ക്രോക്കഡൈൽ അല്ലേ? സ്പൈഡർ ആയിരുന്നു കേട്ടാ. the can and the cone and the pack. അയ്യോ വെള്ളമില്ല, വെള്ളമില്ല മാറ്റി. ഞാൻ മിണ്ടൂല കേട്ടാ. അണ്ടർ വാട്ടർ സ്ഥലത്തില്ലേ, ബോക്സ് അല്ലല്ലോ. എനിക്ക് മനസ്സിലായി. സോഫ്റ്റ് ആണ്. എനിക്ക് ടെൻഷൻ ആവണോ? എന്തിട്ടെന്ന് പറ. ഞാൻ ഇടുന്നില്ല. വേറെ കൊണ്ടില്ല പകരം എന്തോ
ഇടം വേണേ വാങ്ങിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇട്ടിട്ട് ഞാൻ തോച്ചി ഗെയിമില്ല. പറയട്ടാ പൂച്ചയില്ല ഞാൻ പറയട്ടാ ഇല്ല നീ പറഞ്ഞു ഞാൻ തോറ്റ്. എനിക്ക് മുയലെന്നും ഉണ്ട് എലിയെന്നും ഉണ്ട്. മുയലോ നോക്കട്ടെ. മുയൽ അങ്ങനെ നമ്മൾ എല്ലാ റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ശങ്കരി. ഇതിനാണ് നമ്മൾ ശങ്കരി എന്ന് പേരിട്ടേക്കണം. ശങ്കരി. പക്ഷെ പേടിച്ചാണ് ഇരിക്കണത്. എനിക്ക് തോന്നുന്നത് ക്യാമറയുടെ മുന്നിലൊക്കെ ഉണ്ടായിരിക്കും പേടിച്ചിരിക്കണം. എന്തെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ആക്ച്വലി ഈ ചലഞ്ചിലെ വിന്നർ ആരാണ്? പറയൂ പറയൂ. അയ്യാ ഞാൻ ആക്ച്വലി 3 കാര്യം ഒന്ന് ക്രോക്കഡൈൽ കണ്ടുപിടിച്ചു, ഒന്ന് മറ്റേ സ്പോഞ്ചിറ്റോയി കണ്ടുപിടിച്ചു, പിന്നെ ഒന്ന് പ്രൗൺ. ഇത്ര 3 ഞാൻ അങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ വിന്നർ. മാള് 3 അമ്മ അല്ല മാള് 2 അമ്മ 2 അങ്ങനെ 2 ടൈ. ഞാനാണ് വിന്നർ. സമ്മാനം ഇല്ലേ ശങ്കരി? ഓക്കെ ശങ്കരി കമ്മ ലെറ്റ്സ് ഡു ഫൺ. നമുക്ക് പോവാം. സോ അങ്ങനെ ഗൈസ് എനിക്ക് വി ഹോപ്പ് അതായത് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് നമ്മൾ വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ നിങ്ങൾക്ക് ആരുടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും ഏത് റൗണ്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കമൻറ്റ് ചെയ്യുക. സോ നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ഉണ്ടാവണം. ശങ്കരി 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 നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമോ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത്. അഞ്ജന സൈനിങ് ഓഫ്. Come on, Shangiri and Cam. Bye bye. See you.